തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തവും സ്ഫോടനവും 10-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 20-ലധികം പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനയും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകട സമയത്ത് നിരവധി തൊഴിലാളികൾ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പസമൈലാരും വ്യവസായ മേഖലയിലാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി ജിഷ്ണു തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം, ഒപ്പം സ്ഫോടനവും 10-ലധികം മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 20-ലേറെ പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? കൃഷ്ണാജി, ഇപ്പോഴും ഈ ഫാക്ടറിക്കുള്ളിൽ ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകളുണ്ടോ എന്നുള്ളത്, തൊഴിലാളികളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന തുടരുകയാണ്. തെലങ്കാനയിൽ പസമൈലാരം വ്യവസായ മേഖലയിലാണ് ഇത്തരത്തിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായിട്ടുള്ളത്. ദൃക്സാക്ഷികളുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ ആദ്യം വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് കേട്ടിട്ടുള്ളത്. പിന്നീട് ഫാക്ടറിയിൽ നിന്ന് കനത്ത പുക ഉയരുന്നത് കണ്ടു. ശേഷം ഫാക്ടറിയിൽ നിന്ന് വലിയ തീ ഉയരുന്നതാണ് കണ്ടിട്ടുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമാണ് ഈ കെമിക്കൽ ഫാക്ടറിക്കുള്ളിൽ ഉപകരണങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനമാണ് അത് വലിയ തീപിടുത്തത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് നിലവിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടും ഒപ്പം രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരും നൽകിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സ്ഫോടനത്തിലും തീപിടുത്തത്തിലും 10-ലധികം മരണങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20-ലധികം പേരെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതുകൊണ്ട് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അവിടെ 11-ലധികം അഗ്നിശമന സേന യൂണിറ്റുകളും ഒപ്പം പോലീസും സംഭവ സ്ഥലത്തെത്തിയാണ് പ്രാഥമിക ഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടത്താൻ സാധിച്ചതുകൊണ്ടാണ് 20-ലധികം പേരെങ്കിലും ഗുരുതര പരിക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെലങ്കാനയിലെ പസമൈലാരം വ്യവസായിക മേഖലയിലെ പട്ടാഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന സീഗച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് ഇത്തരത്തിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണരാജ്.